ചെകുത്താനെ പോലെ സാമൂഹ്യദ്രോഹികളായ നിരവധി യൂട്യൂബർമാരെ നമുക്ക് കാണാൻ കഴിയും. വായിൽ തോന്നുന്നത് എന്തും പറയാൻ നിങ്ങൾക്ക് ആരും ലൈസൻസ് ഒന്നും തന്നിട്ടില്ല. ആരെയും അധിക്ഷേപിക്കാമെന്ന് കരുതിയാൽ സൂരജ് പാലാക്കാരനെ പോലെ അഴി എണ്ണേണ്ടി വരും. യുവനടിയെ യൂട്യൂബ് ചാനലിലൂടെ അധിക്ഷേപിച്ചെന്ന പരാതിയിലാണ് ബ്ലോഗർ സൂരജ് പാലാക്കാരനെ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 വർഷങ്ങൾക്ക് മുൻപ് സമാനമായ മറ്റൊരു കേസിൽ സൂരജിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ഇടുക്കി സ്വദേശിനിയായ യുവതിയുടെ പരാതിയിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിനും ജാതീയമായി അധിക്ഷേപിച്ചതിനുമാണ് ഇയാൾക്കെതിരെ 2022 പോലീസ് കേസെടുത്തത്. യുവനടി റോഷ്ന ആൻഡ്രോയിയെ യൂട്യൂബ് ചാനലിലൂടെ അവമാനിച്ചെന്ന പരാതിയിലാണ് ബ്ലോഗർ സൂരജ് പാലാക്കാരൻ അറസ്റ്റിലായത്. സ്ത്രീത്വത്തെ അവമാനിച്ചെന്ന കേസിലാണ് പാലാരിവട്ടം പോലീസിന്റെ നടപടി. KSRTC ഡ്രൈവർ യദുവിനെതിരെ സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ട നടിക്കെതിരെ മോശം ഭാഷയിൽ വീഡിയോ ചെയ്തെന്നാണ് പരാതി. നടിയെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചത് അടക്കമുള്ള വകുപ്പാണ് പ്രതിക്കെതിരെ ചുമത്തിയത്. ൽ സമാനമായ കേസിൽ സൂരജ് പാലാക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സ്ത്രീത്വത്തെ അവമാനിച്ചെന്ന കേസിൽ അന്ന് അറസ്റ്റിലായ ഇയാളെ കോടതി റിമാൻഡ് ചെയ്യുകയുമുണ്ടായി. ഇടുക്കി സ്വദേശിയായ യുവതിയുടെ പരാതിയിലായിരുന്നു നടപടി. സ്ത്രീത്വത്തെ അവമാനിച്ചതിനും ജാതീയമായി അധിക്ഷേപിച്ചതിനുമാണ് സൂരജിനെതിരെ കേസെടുത്തത്. SC/ST അതിക്രമം തടയൽ നിയമത്തിലെ വകുപ്പുകളും അന്ന് പോലീസ് ചുമത്തിയിരുന്നു. ക്രൈം നന്ദകുമാറിനെതിരെ പരാതി നൽകിയതിന് പിന്നാലെയാണ് സൂരജ് പാലാക്കാരൻ യുവതിയെ അധിക്ഷേപിച്ചത്. യുവതിയെ പരസ്യമായി അവമാനിച്ചുകൊണ്ടുള്ള ഈ വീഡിയോ 4 ലക്ഷത്തിലധികം പേർ കണ്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് അടിമാലി സ്വദേശിനി പോലീസിനെ സമീപിച്ചതും പരാതി നൽകിയതും. ന്യൂസ് 18 കൊച്ചി.